അതെ, അങ്ങ് ലണ്ടനിൽ ജമൈക്കയ്ക്കും നൈജീരിയയ്ക്കും ഒപ്പം നമ്മുടെ ഇന്ത്യയും പന്ത് തട്ടാൻ പോകുന്നു. യൂണിറ്റി കപ്പ് 2026 അതിൽ ഇന്ത്യ കൂടി പോകുന്നു. അപ്പൊ ഭയങ്കര അഭിമാന നിമിഷമാണ്. ഒരു ടീമും കൂടി വരും. ആ ടീം ഏതാണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കൺഫേം ആയിട്ടില്ല. അപ്പോൾ 2026 തന്നെ നടക്കാൻ പോകുന്ന ഒരു ടൂർണമെന്റ് ആണിത്. എല്ലാ വർഷവും അവിടെ നടക്കാറുള്ളതാണ്. അപ്പൊ ഈ വർഷം ഇന്ത്യക്ക് ഒരു സ്ലോട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഹോങ്കോങ് വേഴ്സസ് ഇന്ത്യ മത്സരം നമ്മൾ കണ്ടതിന് ശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വന്നൊരു ചർച്ചയാണ്. സോ നമുക്ക് നമ്മുടെ നമ്മളെക്കാൾ റാങ്ക് കുറഞ്ഞ ടീമുമായിട്ടുള്ള പെർഫോമൻസ് വെച്ച് നമുക്ക് സംസാരിക്കേണ്ട, നമുക്ക് മുകളിലെ റാങ്കിലേക്കുള്ള ടീമുമായിട്ട് പെർഫോം ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഇമ്പ്രൂവ്മെന്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുക എന്നുള്ളതാണ്. സോ ഇത് അതിനുള്ള ഒരു സാഹചര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നൈജീരിയ അല്ലെങ്കിൽ ജമൈക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മളെക്കാൾ വളരെ വലിയ ടീമുകൾ തന്നെയാണ്. അപ്പോൾ അവരോടൊക്കെ മുട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് എന്താണ്, നമ്മൾ എങ്ങനെയാണ്. സോ കഴിഞ്ഞ ഹോങ്കോങ്ങുമായിട്ടുള്ള മത്സരത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഹോങ്കോങ് ആയിട്ട് നമ്മൾ ഈ ക്വാളിഫയർ മത്സരത്തിൽ മുമ്പുണ്ടായിരുന്ന മത്സരം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഫാർ 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 ബെറ്റർ ആണ് നമ്മുടെ ടീം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കേസ് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അത് എന്തായാലും ഹോങ്കോങ്ങിന്റെ ഓരോ പ്ലേയേഴ്സിനെ അതിന്റെ ഉള്ളിലിട്ട് പുഴുങ്ങി എന്നുള്ള കാര്യം നമുക്ക് വൃത്തിയായിട്ട് അറിയാം. പിന്നെ സാധാരണ കാണുന്നത് പോലെ ഇന്ത്യയുടെ ഒരു ഡിഫെൻസീവ് അല്ലെങ്കിൽ പേടിച്ച് കളിക്കുന്ന ഒരു പരിപാടിയെ ആയിരുന്നില്ല. ഖാലിദിന്റെ ആ ഒരു ഗെയിം പ്ലാൻ, ഒരു അഗ്രസീവ്നെസ് നമ്മൾ കണ്ട ഒരു ഗെയിം ആയിരുന്നു. അത് അറ്റാക്ക് എന്നുള്ളൊരു സാധനമായിരുന്നു. ബും ബും എന്ന് കൗണ്ടറുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര അത്ഭുതം തോന്നി, ഇന്ത്യ തന്നെ ഈ കളിക്കുന്നത് എന്നുള്ള ഒരു സാധനമൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയായിരുന്നു. എന്താണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു ടൂർണമെന്റിനെ കാണുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല. ഇപ്പൊ നമുക്ക് അറിയാം, കൊച്ചിയിൽ നടന്ന മത്സരത്തില് നമ്മൾ മാക്സിമം 25,000 മേളിൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച്, അതായത് ഹോം ഓഫ് ഫുട്ബോൾ അതാണ് കേരളം. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് 25,000 എന്ന് പറയുന്നത് ഒരു ഓക്കെ ആയിട്ടുള്ള നമ്പറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ആയാലും കേരള ഫുട്ബോളിന്റെ ആയാലും ഒക്കെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര ബിഗസ്റ്റ് അറ്റൻഡൻസ് തന്നെയാണ്, കാര്യം ശരിയാ. പക്ഷെ കേരളത്തിൽ നിന്ന് ഇതാണോ വേണ്ടത്? നമ്മുടെ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതല്ല. അപ്പൊ ആ കപ്പാസിറ്റിയെ മറികടക്കാൻ കെൽപ്പുള്ള ഒരു ആരാധക വൃത്തം ഉള്ള സ്ഥലമാണ് കേരളം. അപ്പോ മാക്സിമം എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പല ഫാൻസ് വിങ് ആണെങ്കിലും, ഇപ്പോ മഞ്ഞപ്പടയാണെങ്കിലും, അതേപോലെ ബ്ലാസ്റ്റേഴ്സ് ആർമി ആണെങ്കിലും, ഗോകുലം കേരളയുടെ ഫാൻസ് ആണെങ്കിലും, SLK ക്ലബ്ബുകളുടെ ഫാൻസ് ആണെങ്കിലും ഒക്കെ എല്ലാവരും അത്യാവശ്യം പണിയെടുത്തു. ആളുകളെ സ്റ്റേഡിയത്തിൽ എത്തിക്കാനൊക്കെ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ മലയാളി ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവര് മാക്സിമം എഫേർട്ട് എടുത്ത് അവരുടെ ഓരോ വീഡിയോസിലൂടെയും അവര് മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മുൻനിര മാധ്യമങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ അറിയാവുന്ന ആളുകൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. വളരെ മികച്ച ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇതേ അറ്റ്മോസ്ഫിയർ ലണ്ടനിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണത്. കാരണം ലണ്ടനിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ കാണുന്നതാണ് അവിടെ നടക്കുന്നത്. എപ്പോഴും സ്റ്റേഡിയം ഫീൽഡാണ്, ബ്ലൂ ആണ് മുഴുവൻ, നീലയാണ് അവിടെ, ഇന്ത്യൻ ഫാൻസ് ആണ് മുഴുവൻ. അപ്പൊ അത്ര കണ്ട് ഇന്ത്യക്കാര് അവിടെ ഉണ്ട്. അപ്പോ ക്രിക്കറ്റ് ടീം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഒരു നേഷനെ സംബന്ധിച്ചിട്ട് ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ടീമാണ്. കാരണം ഫുട്ബോളിന് ഉണ്ടാക്കാൻ കഴിയുന്ന അറ്റൻഷൻ പോലെ മറ്റൊരു ഗെയിമിനും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് അത്ര കണ്ട് ഈ ക്രിക്കറ്റ് കളി ഇംഗ്ലണ്ടിലൊക്കെ നടക്കുമ്പോൾ ക്രിക്കറ്റ് കളി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്ര കണ്ട് ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും കൂടി എങ്ങനെ ഏകോപിപ്പിക്കാം, എങ്ങനെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ഫാൻസ് വിങ്ങുകളാണെങ്കിലും ഒക്കെ അതിന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിന് എടുത്ത പോലെ തന്നെ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് മാക്സിമം ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാനുള്ള പരിപാടി നോക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് പറഞ്ഞു ചെല്ലാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അവിടെ ഉള്ള ആളുകൾ സ്റ്റേഡിയത്തിൽ എത്തട്ടെ. അപ്പോ വലിയൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. എന്നിട്ട് നമുക്ക് ലോകത്തിനോട് വിളിച്ചു പറയണം, എന്താ നോ മോർ സ്ലീപ്പിംഗ് ജയന്റ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അപ്പോ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഇന്ത്യക്കാരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിലെത്തണം, കളി കാണാനെത്തണം എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു നിമിഷം ഉണ്ടാവട്ടെ, കാത്തിരിക്കാം. താങ്ക് യു.